ഹലോ ഗേസ്, അപ്പോൾ ഞങ്ങളുള്ളത് ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലാട്ടോ. അത് ഉമ്മാൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ വാടകയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വല്യമ്മ മരിച്ചതിന് ശേഷം ആരുമില്ല. ഉമ്മാൻ്റെ രണ്ട് അനിയത്തിയാൾ. ആയി എന്താണ് കണ്ടില്ല, കുപ്പി പൊട്ടിക്കല്ല. അപ്പോൾ അവർ എന്താണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറിച്ചിട്ടുണ്ട്. ഫുള്ള് കള്ളും കുപ്പികളാട്ടോ. ഈ വീട് നിറയെ കള്ളും കുപ്പി. മഞ്ച തുറന്നാൽ ഫുള്ള് കുപ്പിട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ ഒരു മൂത്രപ്പുരണ്ട്. മുമ്പൊക്കെ ഇപ്പോഴത്തെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ ബംഗാളികളും മലയാളികളും കുറച്ച് 4-5 ആൾക്കാരുണ്ട്. 6 ആളൊക്കെ ഇല്ലേ, ഇഷ്ടംപോലെ ആണുങ്ങളാട്ടോ. ആണുങ്ങൾ സ്വന്തമായി. പിന്നെ അവർ ഫുള്ള് കുടിച്ച് മഞ്ചൻ്റെ ഉള്ളിൽ അൽമാറിൻ്റെ ചോട്ട് റൂമിൽ മൊത്തം പേരം കണ്ട് കച്ചറ. എന്താ പറയുക, പറഞ്ഞൊരു പ്രേതാലയാക്കി മാറ്റിയിരിക്കണ്. അപ്പോൾ ഒരു ദിവസം ഉമ്മ വന്നപ്പോൾ കണ്ടതാണ്. അപ്പം പിന്നെ അവരോട് പറഞ്ഞ് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞ് തന്നെ. അങ്ങനെ വീട് ഒഴിഞ്ഞ് ഫുള്ള് ഇവിടെ വെള്ളമടിച്ച് കേകി. ഞാൻ ഉച്ചയ്ക്കണ് എത്തിയപ്പെട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ അന്യത്തികളൊക്കെ വന്ന് ഇവിടെ കേകി നന്നാക്കി. ഇപ്പോൾ അവർ പൊയ്ക്കണ്. ഞാൻ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാൻ വെച്ചിട്ട് പിന്നെ ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം തിന്ന് വീഡിയോ ഒക്കെ എടുത്താണ് പോകാൻ വിചാരിച്ച്. ഇതൊന്നും ഞാൻ ഓല് നന്നാക്കിൻ്റെ ശേഷമാണ് എത്തിക്കണത്. നന്നാക്കുന്നതിന് മുന്നേ കാണാൻ എനിക്ക് ഭയങ്കര ദയനീയാവസ്ഥയാണ്. അത് ഞാൻ ഇതിൽ ചെറിയ വീഡിയോ ക്ലിപ്പ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഫുൾ അലങ്കോലപ്പെടുത്തിയിട്ട് ഹാൻസ് പാക്കുകൾ എന്താ പറയുക, ഒന്ന് വന്ന് കണ്ടാൽ തന്നെ അറിയുള്ളൊരു വീട് കാണിച്ച അവസ്ഥ. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്കാണ് ഈ പോണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികളെ കുറിച്ചല്ലേ ഉണ്ടാവും. പൊന്നു കൊടുക്ക പോയി, എടുക്ക പോയി അങ്ങനെ വെക്കോട്ടെ. ഓനെ കൊണ്ടുപോയിക്കോളും. ഏ മൂത്തമ്മാടെ അല്ല, ഏത് മൂത്തമ്മാടേനെ? ഏ മൂത്തമ്മാരോടെ? ഈ മൂത്തമ്മാരോടെ? ഈ മൂത്തമ്മാരോടെ? ഈ മൂത്തമ്മാരോടെ? ബാ, ഈ മൂത്തമ്മാരോടെ? മോനോ ഇവിടുത്തെ വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താ എന്തൊക്കെയാണെന്ന്? എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുക? അല്ല പറഞ്ഞു കൊടുക്ക് എന്താണെന്ന്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. ഫുൾ പറഞ്ഞു കൊടുക്ക്. ഇത് വെക്കണേ, ഇവിടുത്തെ ഇവിടെ കുടിച്ച കുപ്പിയാണ്. കുപ്പി ചില്ലി ചോട്ടലി എന്തൊക്കെ ഉണ്ടെന്ന് സിനുവാ, എന്തൊക്കെ ഉണ്ടെന്ന് സിനു പറഞ്ഞെടുത്താ. പിന്നെ എന്തിന്റെ കുപ്പിയാ? അതോ പൊന്നുമോളെ കൈ ഇങ്ങോട്ട്. അപ്പോൾ ഇതാ പണിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഹോർലിക്സും റസ്ക്കും ചായയും കൂടി. നമ്മളെ വല്യമ്മമാരൊക്കെ ഉള്ള അന്നത്തെ കാലത്തെ ചായ കൂടി ഉണ്ടല്ലോ, നിലത്തിരുന്ന് കൂട്ടത്തോടെ എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട്. ക്ലാസ്സൊന്നും എല്ലാവർക്കും ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഗ്ലാസ്സിൽ മുക്കിയിട്ട് എന്തോ രസമെന്നറിയാം ചായ കൂടി. ഇങ്ങനെ അല്ലേന്ന് നമ്മൾ പണ്ടത്തെ കാലത്ത് കുടിച്ചിരുന്നൊക്കെ ഇങ്ങനെ അല്ലേന്ന്. ഭയങ്കര രസട്ടോ. അവിടെ നിന്ന് പോരാൻ തോന്നില്ല, അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നും. പക്ഷേ അവിടെ വെള്ളമൊക്കെ കുറവായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോകുന്നു. ഞാൻ
ഞാൻ നേരത്തെ പോന്നിട്ട് എനിക്കിവിടെ ബാവ് ഇവിടെ ഉള്ളതല്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പോകുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിതാ കുഞ്ഞോള് എനിക്കെല്ലാം അടിപൊളി മൈലാഞ്ചി ഇട്ടെന്ന്. കുഞ്ഞോള് നല്ലോണം മൈലാഞ്ചി ഇട്ടിട്ട് ആർക്കെങ്കിലും കല്യാണത്തിനൊക്കെ മൈലാഞ്ചി ഇടുന്നുണ്ടെങ്കിൽ അവളെ ഞാനിതിൽ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ചാൽ മതി. എന്താ പറയുക, കുറച്ച് പൈസ മതി, 500 രൂപ ഉള്ളൂ. 500 രൂപക്കോളം മൈലാഞ്ചി ഇട്ടു. എല്ലായിടത്തും നല്ല റേറ്റില്ല, 1000, 2000, 3000 ഒക്കെ റേറ്റല്ലേ. അപ്പോൾ കുറഞ്ഞ പൈസക്കോള് മൈലാഞ്ചി ഇട്ടു. നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇടും. എൻ്റെ തന്നെ ഓളപ്പോൾ ഞാൻ ചിത്രം ഒന്നും കാണിച്ചെടുത്ത് ഓളെ മനസ്സിൽ നിന്ന് ഉണ്ടാക്കിയൊരു പൂവാണ് ഇട്ടതാണ്. നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി സൂപ്പറായിട്ട് ഞാനും ഇടും കേട്ടോ. ഞാനും ഇതേപോലെ തന്നെ മൈലാഞ്ചി ഇടും. പക്ഷേ ഞാൻ പുറത്തൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ നല്ല മൈലാഞ്ചി ഇടും. ഇവർക്ക് അനിയത്തിനൊക്കെ കല്യാണത്തിനൊക്കെ ഞാൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളുണ്ട്, അവളും ഇതേപോലെ തന്നെ നല്ല മൈലാഞ്ചി ഇടും. ഇവള് ഇതേപോലെ പുറത്തൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പോണതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇടുക. അതിൻ്റെ ഇടയിൽ കൂടി മക്കൾ വന്നാണ് തട്ടിയിട്ടൊക്കെ ആ കയ്യിൻ്റെ അവിടെയൊക്കെ നല്ല പരന്നങ്ങനെ. പിന്നെ വല്ല മൈലാഞ്ചി പെരുന്നാളിൻ്റെ മൈലാഞ്ചി ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓർഗാനിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആകെ എന്താ പറയുക ലൂസ് ആയിരിക്കണം, നല്ല ഒലിച്ചു പോണ രീതിയിൽ. ആ മൈല അത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളാട്ടാ. അവരൊന്നും വീഡിയോക്ക് മുന്നിൽ വരില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടുക്കള ഭാഗം കേട്ടോ. ഫുൾ കച്ചറായിട്ട് എന്താ പറയുക, ഫുൾ മൊത്തത്തിൽ കച്ചറാണ്. ആരും നോക്കാനൊന്നുമില്ല. ആണുങ്ങൾ മാത്രം താമസിക്കില്ല. അവർ വീട് എങ്ങനെ അലമ്പാക്കാൻ പറ്റുമോ അങ്ങനെ ആക്കി വെച്ചു. ഇതിവിടെ ഇരുന്ന് വലിച്ചതാവും. ഇതൊക്കെ ഒരു പോയപ്പോൾ കയറ്റിച്ചതാണ്. ഈ പേര എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്താ അലങ്കോലം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഏതവസ്ഥ അല്ല, അത് ഫുള്ള് പെറുക്കി വെച്ചതാണ്.